നിങ്ങളുടെ ഈ ഒരു തായ്ലാൻഡ് വ്ളോഗിന് ഒരു അവസാനം ഇല്ലടേ, അതുപോലെ തന്നെ ഇത് കുറെ നാളായല്ലോ തുടങ്ങിയിട്ട് എന്നൊക്കെ ചിന്തിക്കുന്നവർക്കും ചോദിക്കുന്നവർക്കും ഉള്ള ഒരു റിപ്ലൈ ആണ് ഈ ഒരു വ്ളോഗ്. കാരണം ഇത് നമ്മുടെ തായ്ലാൻഡ് വ്ളോഗിന്റെ ഫൈനൽ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി ആവാനുള്ള ചാൻസും ഉണ്ട്. കലാശക്കൊട്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കില്ല എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം. തായ്ലാൻഡിൽ നമ്മുടെ 5th ഡേ ബാങ്കോക്കിലുള്ള സഫാരി വേൾഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫുൾ ഡേ നമ്മൾ ഇന്ന് ഇവിടെ തന്നെയാണ്. കാരണം നമുക്ക് അത്ര ഇവിടെ കാണാനുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫുൾ ഡേ ആവശ്യമായിട്ട് വരുന്നത്. സഫാരി വേൾഡിൽ നമ്മൾ ആദ്യം തന്നെ ഒറാങ്കുട്ടാൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുഞ്ചൂസിനെയും കൂടെ ചേർത്തിട്ട് 6 പേരാണല്ലോ ഉണ്ടായിരുന്നത്. 5 അഡൽട്സും ഒരു ചൈൽഡും. പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4 അഡൽട്സും ഒരു ചൈൽഡും ആയിട്ടാണ്. അതെന്താ അങ്ങനെ വന്നതെന്ന് അറിയാതെ കുറച്ചു നേരം ലേറ്റ് ആയി. അതിനുശേഷം ജിജു ചെന്നിട്ട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ജിജുവിന്റെ ടിക്കറ്റ് കോംപ്ലിമെന്ററി ആയിരുന്നു. അതുകൊണ്ടാണ് 4 അഡൽട്സും ഒരു ചൈൽഡും ആയിട്ട് അവർ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഷോയ്ക്ക് എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഗാലറി ഒക്കെ അപ്പോഴേക്കും ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ഇരിക്കാൻ പോയിട്ട് നിൽക്കാനുള്ള സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ഗ്യാപ്പുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ ആയിട്ട് പോയി ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അവർ പറയുന്നത് തായ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അതിലെ കോമഡി ഒന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെയുള്ള ഒറാങ്കുട്ടാൻസിന്റെ ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. കുഞ്ചൂസ് ചിരിച്ച് ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. അവന് അതുവരെ ഉള്ളതിൽ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് അന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഒറാങ്കുട്ടാൻ ഷോ ആണെന്നായിരുന്നു. ഇവിടെ 2 ഒറാങ്കുട്ടാൻസ് തമ്മിലുള്ള ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ബോക്സിങ്ങിനിടെ പരിക്ക് പറ്റിയ ഒറാങ്കുട്ടാനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടർ ഒറാങ്കുട്ടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ തായ്ലാൻഡിൽ വന്നിട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എലിഫന്റ് ഷോ ആവട്ടെ, ഡോൾഫിൻ ആൻഡ് സീൽ ഷോ ആവട്ടെ, ഈ ഒരു ഒറാങ്കുട്ടാൻ ഷോ ആവട്ടെ, ഇതിനെയൊക്കെ ഇതുപോലെ പെർഫോം ചെയ്യിക്കാനായിട്ട് ട്രെയിൻ ചെയ്യിച്ചെടുത്തിട്ടുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതം തന്നെ തോന്നും. നമ്മൾ ഈ കണ്ട ഷോയിലെല്ലാം മനുഷ്യരെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ ടൈമിംഗ് ആയിരുന്നു ഇതിലെല്ലാത്തിനും ഉണ്ടായിരുന്നത്. ബോക്സിങ്ങോടുകൂടെ ഒറാങ്കുട്ടാൻ ഷോ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പട്ടായയിലെ മിനീസിയം വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് നടക്കാൻ പ്രശ്നമുള്ളവരല്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണെന്ന്. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് നടക്കാനായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ നടക്കുന്നതിന്റെ ഇടയിലാണ് ഈ തൊപ്പികൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. നമ്മളിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടായാലും ശരി, നാച്ചുറൽ ആയിട്ടായാലും ശരി. ഒറാങ്കുട്ടാൻ ഷോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ഇവിടെ നടക്കുന്ന എലിഫന്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. പട്ടായയിൽ നമ്മൾ ഒരു എലിഫന്റ് ഷോ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെയുള്ള എലിഫന്റ്സിന്റെ പെർഫോമൻസസും അവിടെയുള്ള പെർഫോമൻസസും തമ്മിൽ കുറെ ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ഡാൻസ് പെർഫോമൻസിന് ശേഷമാണ് ഈ ഒരു എലിഫന്റ് ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇതുപോലെ എലിഫന്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ 4 എലിഫന്റ്സ് വന്നിട്ട് ഇതുപോലെ ഒരു പോസ് ഒക്കെ ചെയ്തിട്ട് പോയി. അടുത്തതായിട്ട് 3 എലിഫന്റ്സ് ആണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഈ എലിഫന്റ്സ് വരുന്ന ടൈമിൽ തന്നെ 4 സ്റ്റൂള് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു എലിഫന്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം വന്ന ആ ഒരു 3 എലിഫന്റ്സ് ആ ഒരു സ്റ്റൂളിന്റെ മേലെയായിട്ട് ഫ്രണ്ട് കാലാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പുറകിലത്തെ കാലും കൂടെ വെച്ചിട്ട് 4 കാലും വെച്ചിട്ട് അതിന്റെ മേലെ നിന്നിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു. ആ ഒരു ലേറ്റ് ആയിട്ട് വന്ന എലിഫന്റിന്റെ സ്റ്റൂള് കുറച്ച് ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു കാല് വെച്ചിട്ടായിരുന്നു ഇതുപോലെ കറങ്ങിക്കൊണ്ടിരുന്നത്. ആ ഒരു സ്റ്റൂളിന്റെ കപ്പാസിറ്റി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു എലിഫന്റിനെ താങ്ങാനുള്ള കപ്പാസിറ്റി ആ സ്റ്റൂളിനുണ്ടായിരുന്നു. അടുത്തതായിട്ട് ആ വലിയ 3 സ്റ്റൂളുകൾ വെച്ചിട്ടുള്ള പെർഫോമൻസസ് ആയിരുന്നു. ഇതിനായിട്ട് 3 എലിഫന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ എലിഫന്റ്സ് മുമ്പ് ചെയ്ത പോലെ തന്നെ 4 കാലം വെച്ചിട്ട് ഈ സ്റ്റൂളിന് മേലെയായിട്ട് കയറി നിന്ന ശേഷം ഫ്രണ്ടിലത്തെ 2 കാല് പൊക്കി നിൽക്കുകയായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ്. അടുത്തതായിട്ട് നമ്മൾ ബാങ്കോക്കിൽ കണ്ടതുപോലെ തന്നെ ഒരു പെയിന്റിംഗ് പെർഫോമൻസ് ആണ്. ബാങ്കോക്കിൽ എലിഫന്റ്സ് ടീഷർട്ടിലാണ് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ഒരു ബോർഡിൽ തന്നെയാണ് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പെയിന്റിംഗ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ഇതുപോലെ തന്നെ ഇവർ വിൽക്കാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. നമുക്കിത് കാശ് കൊടുത്ത് വാങ്ങാനായിട്ട് പറ്റും. 1000 ബാത്ത് ആയിരുന്നു ഈ ഒരു പെയിന്റിങ്ങിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഒരു എലിഫന്റ് ഇതുപോലെ ഒരു ഫ്ലവർ ബാസ്ക്കറ്റ് ഒക്കെ പിടിച്ചിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. ബാങ്കോക്കിലെ ഈ ഒരു എലിഫന്റ് ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എത്രത്തോളം ചിരിക്കാനുണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എലിഫന്റ് നിൽക്കുന്നതിന്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു ബോർഡിന് മേലെയായിട്ട് റെഡ് കളർ റൗണ്ടിൽ ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ എലിഫന്റ് ഈ ബോൾ എറിഞ്ഞിട്ട് അത് വീഴ്ത്തണം. അത് താഴെ വീണ് കഴിഞ്ഞാൽ എന്താണ് നടക്കുക എന്നുള്ളത് ഞാനത് വീണ് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ബോൾ വാങ്ങുന്ന ഈ ഒരാൾ ഓഡിയൻസിൽ നിന്ന് വിളിച്ചിട്ടുള്ളതായിരുന്നു. അയാൾ കുറെ എറിഞ്ഞിട്ട് വീഴാതായപ്പോൾ തൊട്ടടുത്ത് പോയിട്ട് ബോൾ കൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. ഇവിടെ ഇതിന്റെ സൈഡിലായിട്ട് ഒരു ടബിൽ നിറയെ വെള്ളം വെച്ചിട്ട് അതിനുള്ളിലായിട്ട് ഒരു ചെയർ ഇട്ടിട്ട് ആ ചെയറിന്റെ മേലെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു സാധനം നിലത്ത് വീണ് കഴിഞ്ഞാൽ ആ ടബിന് ചുറ്റുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ചെയറിൽ ഇരിക്കുന്ന ആളെ ഈ വെള്ളത്തിലേക്ക് തള്ളിവിടും. വീണ്ടും അവർ ആ ഒരു ചെയറിന് മേലെയായിട്ട് കയറിയിരിക്കും. അടുത്തതായിട്ട് ആ ഒരു ട്രെയിനർ ആ ബോൾ എലിഫന്റിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് പോയപ്പോഴേക്കും എലിഫന്റ് ഓടിച്ചെന്നിട്ട് അതിന്റെ തുമ്പിക്കൈ കൊണ്ട് ആ സാധനം തട്ടി നിലത്തിടുമായിരുന്നു. അടുത്തത് ഫുട്ബോളിലെ പെനാൽറ്റി ഷൂട്ടൗട്ട് പോലെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. 2 എലിഫന്റ്സ് ആണ് ഇത് പെർഫോം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒന്നും ഗോളായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചിലതൊക്കെ കറക്റ്റ് ആ നെറ്റിനുള്ളിൽ തന്നെ പോയി വീഴുന്നുണ്ടായിരുന്നു. അടുത്ത ഒരു പെർഫോമൻസിനായിട്ട് 4 എലിഫന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ 2 എലിഫന്റ്സ് 2 സൈഡിലായിട്ട് നിന്നിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കുട്ടിയെ എടുത്തിട്ട് ഇതുപോലെ കുറെ പേര് അതിന്റെ മിഡിലൂടെ ഡാൻസ് ചെയ്തുകൊണ്ട് നടന്നു വരികയായിരുന്നു. ഈ ഒരു കുട്ടിയെ അവർ ഓഡിയൻസിൽ നിന്നും എടുത്തിട്ട് പോയതായിരുന്നു കേട്ടോ.
ഇവിടെ 2-3 പേര് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇരുന്നവർ എഴുന്നേറ്റ് പോയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേറൊന്നുമല്ല, ഇവിടെ ഈ ഡ്രമ്മിലായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ എലിഫൻസ് ഇതിന്റെ തുമ്പിക്കായി ഉപയോഗിച്ചിട്ട് ഓഡിയൻസ് ഇരിക്കുന്ന സൈഡിലേക്കൊക്കെ സ്പ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പുറകിലായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മേലൊന്നും വെള്ളം അത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഫ്രണ്ടിലിരുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് വെള്ളം ചീറ്റുന്നുണ്ടായിരുന്നു. അടുത്തത് അവിടെ പെർഫോം ചെയ്ത എല്ലാ എലിഫൻസും വന്നിട്ടുള്ള ഒരു കൊട്ടിക്കലാശം പെർഫോമൻസ് ആയിരുന്നു. അവരവിടെ വന്നിട്ട് എല്ലാവരും ഒരു പോസ് കൊടുത്തിട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു. അതിൽ ബേർഡ്സും ഫിഷസും ആനിമൽസും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ സഫാരി വേൾഡ് ഒന്ന് കേട്ടപ്പോൾ തന്നെ നമ്മളെ ഇതുപോലെ ഒരു ഇരുമ്പിന്റെ കൂട് പോലെയുള്ള ഒരു വെഹിക്കിളിൽ കാടിന്റെ മിഡിലൂടെ കൊണ്ടുപോകുന്നതൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ആ ഒരു ടിക്കറ്റ് അല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അങ്ങനെ പോകാത്തതിന്റെ ആ ഒരു വിഷമം മാറിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. 2 വലിയ സീൽസ് ആണ് കേട്ടോ ഈ വെള്ളത്തിൽ കിടന്നിങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നടന്നു പോകുന്നതിനിടയിൽ കണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ആനിമലാണ് ഈ ഒരു കാപ്പിബാര എന്ന് പറയുന്നത്. കാശ് കൊടുത്താൽ അവിടെ ഗ്രാസ് പോലെ ഒന്ന് വാങ്ങാൻ കിട്ടും. നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ജിറാഫിന്റെ ആ ഒരു ഏരിയയിലാണ്. ഇവിടെ ഇതുപോലെ തന്നെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്സ് കിട്ടും. അത് ഇതുപോലെ ഒരു സ്റ്റിക്കിൽ കുത്തിയ ശേഷം ജിറാഫിന് ഫീഡ് ചെയ്യാവുന്നതാണ്. ആൾക്കാരൊക്കെ ക്യാരറ്റ്സ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരാ കൊണ്ടുവരുന്നത് നോക്കിയിട്ട് നിൽക്കുമായിരുന്നു ഈ ജിറാഫുകൾ. ഇവിടെ ഈ കാണുന്ന ജിറാഫ്സ് അല്ലാണ്ട് കുറച്ച് ദൂരെയായിട്ട് ഇതുപോലെ ഇഷ്ടംപോലെ ജിറാഫ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അവിടെ ആയിട്ട് കുറച്ച് സീബ്രാസും ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് സിവറ്റ്സ് അഥവാ നമ്മുടെ മരപ്പട്ടി എന്ന് പറയുന്നത്. ഇതിപ്പോ ഞാൻ എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ഇരിക്കുന്ന ഒരു മരപ്പട്ടിയെ കണ്ടോ, അതൊരു ഫീമെയിൽ മരപ്പട്ടി ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം അത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ ഫോട്ടോ എടുത്ത അതേ ആള് പ്ലേസ് മാറി ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ ഈ മരപ്പട്ടിയും അതിന്റെ പൊസിഷൻ മാറ്റി ക്യാമറയിൽ ലുക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെയായിരുന്നു കടുവയെ ഫീഡ് ചെയ്യുന്ന സ്ഥലം. ഇതൊരു ചെറിയ കടുവയായിരുന്നു കേട്ടോ, കുട്ടിക്കടുവ. ഇവിടെ ഒരു ബോട്ടിലിൽ പാല് അതിന്റെ കയ്യിലും നമ്മുടെ കയ്യിലും കിട്ടുന്ന പോലെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മുടെ മടിയിൽ വരുന്ന പോലെയാണ് അതിനെ ഇരുത്തുന്നത്. എനിക്ക് ഈ ഒരു ടൈഗറിനെ ഫീഡ് ചെയ്യുന്നത് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാൽ എങ്ങാനും അതിന്റെ ബോട്ടിലുള്ള ആ ഒരു കോൺസെൻട്രേഷൻ പോയാലോ എന്നൊരു പേടിയുള്ളത് കാരണം റിസ്ക് എടുക്കാൻ നിന്നില്ല. ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു കാര്യം ഞാൻ ഇവിടുന്ന് തായ്ലാൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എന്തായാലും അവിടെ പോയിട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇതുപോലെ ഒറങ്ങോട്ടാന്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഏട്ടന്റെ അടുത്ത് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ വിത്ത് മൈ ബ്രദർ എന്ന് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു ഫോട്ടോ പോസ് മാത്രമാണെങ്കിലാണ് താല്പര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് വല്ലാണ്ട് ഫേസിലൊക്കെ കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഈ നുഴഞ്ഞു വരുന്ന ആളെ കണ്ടോ, ക്രോക്കഡൈലാണ് കേട്ടോ. നേരത്തെ ആ വെള്ളത്തിൽ കിടന്നിരുന്നതും ക്രോക്കഡൈൽ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഈ സഫാരി വേൾഡിലെ ഒരു ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പട്ടായയിലും ഡോൾഫിൻ ആൻഡ് സീൽ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള ടൈമിലായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ പോർട്ടബിൾ ഫാൻസും അതുപോലെ തന്നെ വിഷറി കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കാനായിട്ട് ആൾക്കാർ നടക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഫാൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും എല്ലായിടത്തും ഒന്നും ആ ഫാനിന്റെ കാറ്റ് എത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ആ ഒരു പോർട്ടബിൾ ഫാനോ അല്ലെങ്കിൽ വിഷറിയോ ഒക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു 2 പോർട്ടബിൾ ഫാൻസ്. പക്ഷെ പിന്നീട് മാർക്കറ്റിൽ ഇതേ ഫാനിന്റെ റേറ്റ് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്നുള്ള കാര്യം മനസ്സിലായത്. കാരണം ഈ ഒരു ഫാനിന് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 295 ബാത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് 100 ബാത്താണ് അവിടെ റേറ്റ് ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 200 ബാത്ത് കൂടുതലായിട്ടാണ് നമ്മൾ അവിടെ ആ ഒരു ഫാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്കറിയാം ആ ഒരു ചൂടിൽ അവർ എത്ര റേറ്റ് പറഞ്ഞാലും ആൾക്കാർ വാങ്ങുമെന്നുള്ളത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്. ഈ ഡോൾഫിൻ ഷോ കാണാനായിട്ട് ഈ ഒരു ഗാലറി നിറഞ്ഞൊഴുകുകയായിരുന്നു കേട്ടോ. അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അവിടെ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് അവരവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഡോൾഫിൻ ഷോ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനർ ഒരു ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഡോൾഫിൻ അത് ചാടി പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് പോയിട്ട് വീണ്ടും ആ ഒരു ബോൾ ട്രെയിനറിന് തന്നെ തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നതാണ് കേട്ടോ അത്. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. 2 ഡോൾഫിൻസും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒന്നിന്റെ തലയിലായിട്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നതായിരുന്നു. അടുത്തത് ഇതുപോലെ വലിയൊരു ജിം ബോൾ പോലത്തെ ഒന്ന് അതിന്റെ വായ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ട് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത പ്ലേസിൽ തന്നെ എത്തിക്കുന്നതാണ്. ഇത് നമ്മൾ പട്ടായയിൽ കണ്ടിട്ടുള്ളത് പോലെ ഹൈറ്റിൽ വെച്ചിട്ടുള്ള ബോൾ വാലുകൊണ്ട് ടച്ച് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ആ ഒരു
കമ്പിയുടെ കൂട് പോലെയുള്ള ആ ഒരു വെഹിക്കിളിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമം നമ്മൾ അവിടുന്ന് തിരിച്ചു വരുന്ന ടൈമിൽ മാറിയിട്ടുണ്ടായിരുന്നു എന്ന്. ഈ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മൾ ഇവിടേക്ക് വന്ന ആ ഒരു വെഹിക്കിളിൽ റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ബേർഡ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും ഒക്കെ നിൽക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ഈ റോഡിലേക്ക് നടന്നിട്ട് വരാം, റോഡ് ക്രോസ് ചെയ്തിട്ട് പോവാം. നമ്മളായിട്ട് അവർക്ക് ഒരു ശല്യം ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഈ മരത്തിന് മുകളിലായിട്ട് ഇരിക്കുന്നതൊക്കെ ഒരു തരം ബേർഡ്സ് ആണ് കേട്ടോ. അത് തന്നെയാണ് ഈ വെള്ളത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഈ സ്റ്റോക്കൊക്കെ പോലെ ഒരു തരം പക്ഷിയാണ് ഈ കാണുന്നത്. കൊക്കില്ലേ, അതിന്റെ ആ ഒരു ടൈപ്പ്. നമ്മൾ നേരത്തെ ജിറാഫിനെ ഫീഡ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ, അത് ആ ഒരു മതിലിന് അപ്പുറത്തായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ പോകുന്നത് ആ ഒരു മതിലിന്റെ ഇപ്പുറത്തൂടെയാണ്. ഞാൻ കുറെ ജിറാഫുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പ്ലേസിന്റെ അടുത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനിമൽസിനെ ഒക്കെ ഇതുപോലെ ഓപ്പൺ സ്പേസിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ അടുത്തായിട്ട് ഓരോ ഗാർഡ്സിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് റൈനോസെറസ്, നമ്മുടെ കണ്ടാമൃഗം അല്ലേ അത്. കുഞ്ചൂസ് അവിടെ ഗൈസ് ഇത് റൈനോസെറസ് ആണ് എന്നെന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആനിമൽസ് എല്ലാം തന്നെ ഓപ്പൺ സ്പേസിലായിട്ടുള്ളത് കൊണ്ട് നമ്മൾ കാറിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് അവിടെ ആയിട്ട് ബോർഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സീബ്രാസ് അവിടെ നമ്മുടെ കാറിന്റെ ഇടയിലൂടെ ആയിട്ട് റോഡിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്. ആനിമൽസ് ഹാവ് റൈറ്റ് ഓഫ് വേ, പ്ലീസ് സ്റ്റേ ഇൻ യുവർ കാർ. ഇങ്ങനെയാണ് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ കാണുന്നത് എമു ആണ് കേട്ടോ. അതിന്റെ തല കാണാത്തത് കൊണ്ട് തന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ആനിമൽസിന്റെ അടുത്തൊക്കെ ആയിട്ട് ഇതുപോലെ വണ്ടിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ആ കാണുന്നതാണ് ലയൺ. ഇങ്ങനെയൊക്കെയുള്ള ആനിമൽസിന്റെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ആനിമൽസ് നമ്മളെ കാറിന്റെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഗാർഡ്സിനെ വിളിക്കണമെന്നാണ്. ഇതിൽ ഫീമെയിൽ ലയണും മെയിൽ ലയണും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബോർഡ് കണ്ടപ്പോൾ മുതൽ എനിക്ക് കുറച്ച് പേടി കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുമല്ലോ അവർ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവാനുള്ള ചാൻസ്. ഈ ഒരു ടൈഗറിന്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് ആ ഒരു പേടി കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് നമ്മുടെ കാറിന്റെ തൊട്ടടുത്തൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ആ ഒരു നോട്ടം കാണുമ്പോഴും നമുക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. ആ ഒരു വെള്ളത്തിൽ ഹിപ്പോപ്പൊട്ടാമസ് ആണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഞാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യമാണെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ നമ്മുടെ ക്രൂസിന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൂസിൽ കയറിയ ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും ചെന്നിരിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ക്രൂസിൽ കയറുന്നതിന് മുമ്പായിട്ട് അവർ നമ്മൾക്കൊരു സ്റ്റിക്കർ തരുന്നുണ്ടായിരുന്നു. ആ സ്റ്റിക്കറിലുള്ള നമ്പറുള്ള ടേബിളിലാണ് നമ്മൾ ചെന്നിരിക്കേണ്ടത്. ഞാൻ ആ ഒരു വ്ളോഗിൽ തെറ്റായി പറഞ്ഞതുകൊണ്ട് കാര്യം ക്ലാരിഫൈ ചെയ്തേ ഉള്ളൂ. ആ കാട്ടിനുള്ളിലൂടെ നടന്നു പോകുന്നത് കണ്ടില്ലേ, ഇന്ത്യൻ ബ്ലാക്ക് ബെയർ എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ബെയറിന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 6th ഡേ ഷോപ്പിങ്ങിനാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബാങ്കോക്കിലുള്ള ഇന്ദിരാ സ്ക്വയറിലാണ് ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ബാങ്കോക്കിൽ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഇന്ദിരാ സ്ക്വയർ. ഞാൻ ഈ ഒരു ഷോപ്പിങ്ങിന്റെ വീഡിയോ അധികമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ CID മൂസയിൽ ബിന്ദു പണിക്കർ ആ ഒരു കള്ളൻ കൊച്ചുണ്ണിയുടെ വീട്ടിൽ കയറിയപ്പോഴുള്ള ആ ഒരു അവസ്ഥയിലായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണം, എന്തൊക്കെ വാങ്ങണം എന്നൊക്കെയുള്ള വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണോ അതോ ആക്രാന്താണോ എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. ഇത് തന്നെ ഞാൻ അവിടെ ജിജുവിന്റെ അമ്മയും അനിയത്തിയും വേറെന്തോ വാങ്ങാനായിട്ട് പോയപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതോടെ നമ്മുടെ തായ്ലാൻഡ് വീഡിയോസിന് ഒരു എൻഡായിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തോടെ ഞാൻ എൻ്റെ കപ് ഖ നിർത്താൻ പോവാണ്. കപ് ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ് ഭാഷയിൽ താങ്ക് യു എന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.